Hi friends, welcome back to my channel. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ നാട്ടിൽ സുലഭമായിട്ട് ലഭിക്കുന്ന ചാമ്പയ്ക്കയുടെ വീഡിയോയുമായിട്ടാണ്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വീടുകളിൽ നട്ടുവളർത്തുന്ന ഒരു ചെറിയ വൃക്ഷമാണ് ചാമ്പ. ഇത് ചിലയിടങ്ങളിൽ ചാമ്പങ്ങ, ചാമ്പയ്ക്ക, ജാമ്പയ്ക്ക, ഉള്ളിച്ചാമ്പ മുതലായ പേരുകളിലൊക്കെ അറിയപ്പെടുന്നുണ്ട്. വിത്തു വഴിയാണ് പുതിയ തൈകൾ നട്ടുപിടിപ്പിക്കുന്നത്. വളരെ എളുപ്പം നമുക്ക് വളർത്തിയെടുക്കുവാൻ പറ്റിയ ഒന്നാണ് ചാമ്പ. ഇതിൻ്റെ ആരോഗ്യ ഗുണങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വിറ്റാമിൻ സിയുടെ കലവറയാണ് ചാമ്പയ്ക്ക. ചാമ്പയ്ക്കയിൽ വിറ്റാമിൻ എ, നാരുകൾ, കാൽസ്യം, തൈമിൻ തുടങ്ങിയവയും നിയാസിൻ, ഇരുമ്പ് തുടങ്ങിയ ഘടകങ്ങൾ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. ആപ്പിളിൽ കാണപ്പെടുന്ന ജംബോസൈൻ എന്ന ഘടകം ചാമ്പയ്ക്കയിൽ ധാരാളമായിട്ടുണ്ട്. നമ്മൾ പരിഹാരം കാണുവാൻ ആഗ്രഹിക്കുന്ന മിക്ക അസുഖങ്ങളെയും അകറ്റാൻ ചാമ്പയ്ക്കയ്ക്ക് കഴിവും എന്നതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. നിങ്ങൾക്കറിയാം, പുളിയും മധുരവുമാണ് ചാമ്പയ്ക്കയുടെ രുചി. ചിലർക്ക് ചാമ്പയ്ക്ക അത്രത്തോളം ഇഷ്ടമുണ്ടാവില്ല. എന്നാൽ ഇതിൻ്റെ ഔഷധ ഗുണങ്ങളെപ്പറ്റി നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ ചാമ്പയ്ക്ക ഒരിക്കലും കഴിക്കാതിരിക്കില്ല. ഇത് കൊളസ്ട്രോൾ കുറയ്ക്കുവാൻ സഹായിക്കുന്നു. ചാമ്പയ്ക്കയിൽ അടങ്ങിയിരിക്കുന്ന നാരുകളും പോഷകങ്ങളും കൊളസ്ട്രോളിൻ്റെ അളവ് കുറയ്ക്കുന്നു. രക്തക്കുഴലുകളിൽ അടിഞ്ഞിരിക്കുന്ന കൊളസ്ട്രോൾ നീക്കം ചെയ്യുവാനും രക്തസഞ്ചാരം സുഗമമാക്കുവാനും ചാമ്പയ്ക്കയുടെ ഉപയോഗം കൊണ്ട് നമുക്ക് സാധിക്കും. ചാമ്പയ്ക്കയുടെ സ്ഥിരമായിട്ടുള്ള ഉപയോഗം കൊണ്ട് കൊളസ്ട്രോൾ കുറയുന്നതിനോടൊപ്പം തന്നെ ഹൃദയാഘാതം, മസ്തിഷ്കാഘാതം എന്നിവ ഉണ്ടാകുവാനുള്ള സാധ്യതയും ഇല്ലാതാക്കുന്നു. കണ്ണുകളുടെ ആരോഗ്യത്തിനും വളരെ നല്ലതാണ് ചാമ്പയ്ക്ക. ചാമ്പയ്ക്കയിൽ അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ എ തിമിരം, ഹ്രസ്വദൃഷ്ടി തുടങ്ങിയവ തടയുന്നതിന് സഹായകമാണ്. തിളക്കമാർന്ന കണ്ണുകൾ ലഭിക്കുന്നതിനും ചാമ്പയ്ക്കയുടെ സ്ഥിര ഉപയോഗം കൊണ്ട് നമുക്ക് സാധിക്കും. രക്തസമ്മർദ്ദം കുറയ്ക്കുവാനും ചാമ്പയ്ക്കയുടെ ഉപയോഗം കൊണ്ട് നമുക്ക് കഴിയും. രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കുവാനും ചാമ്പയ്ക്കയ്ക്ക് കഴിവുണ്ട്. ചാമ്പയ്ക്കയുടെ കുരു ഉൾപ്പെടെ ഉണക്കി പൊടിച്ച് ഭക്ഷണത്തിനും വെള്ളത്തിനുമൊപ്പം കഴിച്ചാൽ പ്രമേഹ രോഗികൾക്ക് വളരെ നല്ലതാണ്. ചാമ്പയ്ക്കയിൽ 93% ജലാംശം അടങ്ങിയിട്ടുണ്ട്. ഇത് വയറ്റിലെ വിവിധ പ്രശ്നങ്ങൾക്ക് പരിഹാരമാണ്. വയറിളക്കം പോലുള്ള പ്രശ്നങ്ങൾ ഇല്ലാതാക്കുകയും ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ ഒഴിവാക്കുവാനും ചാമ്പയ്ക്കയ്ക്ക് കഴിവുണ്ട്. ആവശ്യത്തിന് നാരുകളും ചാമ്പയ്ക്കയിൽ അടങ്ങിയിരിക്കുന്നതിനാൽ ഛർദിയുള്ളവർക്ക് ക്ഷീണം മാറ്റുവാനും നിർജ്ജലീകരണം തടയുവാനും ചാമ്പയ്ക്കയുടെ ഉപയോഗം കൊണ്ട് നമുക്ക് സാധിക്കുന്നു. സ്ത്രീകളിൽ ഉണ്ടാവുന്ന ബ്രസ്റ്റ് ക്യാൻസർ തടയുവാനും ഇവയ്ക്ക് കഴിവുണ്ട്. ക്യാൻസർ കോശങ്ങൾ രൂപപ്പെടുന്നത് ചെറുക്കുവാനുള്ള ഘടകങ്ങളും ചാമ്പയ്ക്കയിൽ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. ക്യാൻസർ പോലുള്ള അസുഖങ്ങൾ വർദ്ധിച്ചു വരുന്ന ഇന്നത്തെ സാഹചര്യത്തിൽ തീർച്ചയായും ചാമ്പയ്ക്ക നമ്മൾ ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ്. ചിലതരം ബാക്ടീരിയൽ അണുബാധ, ഫംഗസ് എന്നിവ പ്രതിരോധിക്കുന്നതിന് ഉത്തമമാണ് ചാമ്പയ്ക്ക. ഇവ കുടലിൽ കാണപ്പെടുന്ന ചിലതരം വിരകളെ നശിപ്പിക്കുന്നതിനും സഹായിക്കുന്നുണ്ട്. ഇവ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് കൊണ്ട് ശരീരത്തിലെ വിഷാംശങ്ങളെയെല്ലാം ഇല്ലാതാക്കുവാൻ ഇവയ്ക്ക് കഴിവുണ്ട്. കരളിനെയും കിഡ്നിയെയുമൊക്കെ വൃത്തിയായി സംരക്ഷിക്കുവാനും ഈ ഒരു പഴത്തിന് കഴിവുണ്ട്. ചാമ്പയ്ക്ക സ്ഥിരമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കുന്നു. ചാമ്പയ്ക്കയിൽ അടങ്ങിയിരിക്കുന്ന ആൻറ്റി മൈക്രോബിയൽ, ആൻറ്റി ഫംഗൽ ഗുണങ്ങൾ ഇതിന് നമ്മെ സഹായിക്കുന്നു. നല്ലൊരു ഓർണമെൻ്റൽ ഫ്രൂട്ട് പ്ലാന്റ് കൂടെയാണ് ചാമ്പ. തോട്ടങ്ങളിൽ ചാമ്പ വളർത്താൻ വളരെ എളുപ്പമാണ്. വളരെ കുറഞ്ഞ പരിചരണം മാത്രം ആവശ്യമുള്ള ഒന്നാണ് ചാമ്പയ്ക്ക. ചാമ്പയുടെ ക്രാഫ്റ്റഡ് തൈകളോ ബഡഡ് തൈകളോ ആവശ്യമില്ല. ഒരു കുരു മാത്രം മതി. നല്ല ആരോഗ്യമുള്ള ഒരു തൈ നമുക്ക് വളർത്തിയെടുക്കാവുന്നതാണ്. ഇവ നട്ട് 1 വർഷത്തിനുള്ളിൽ തന്നെ ഫലങ്ങൾ ലഭിക്കും എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. കൂടുതൽ വാട്ടറിംഗ് ആവശ്യമാണ് ഈ ഒരു പ്ലാന്റിന്. വേനൽക്കാലത്ത് നന്നായിട്ട് നനച്ചു കഴിഞ്ഞാൽ തന്നെ നന്നായിട്ട് ഫലങ്ങൾ ലഭിക്കുന്നതാണ്. ഇന്നത്തെ എൻ്റെ വീഡിയോ ഉപകാരപ്രദമായി എന്ന് തോന്നുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. അതോടൊപ്പം തന്നെ കൂടെയുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് അതിൽ ഓൾ ഇനാബിൾ ചെയ്ത് വെക്കൂ. എങ്കിലേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ.